ഗ്രന്ഥങ്ങളോ? ക്രിസ്ത്യാനിക്ക് ഒരു ബൈബിളും മുസ്ലിമാനും ഒരു ഖുറാനും അതുകൊണ്ടാണ് അത് തൊട്ട് കളിച്ചാൽ അവന് ചൂടാകുന്നത്. ബദൽ വെക്കാൻ ഒന്നുമില്ല, ആകെ അതേ. അതുകൊണ്ട് അത് തൊട്ട് കളിക്കരുത് എന്നാണ് അവരുടെ അഭിപ്രായം. നമുക്ക് 4 വേദമുണ്ട്, 5 ഉപവേദമുണ്ട്, 6 വേദാന്തമുണ്ട്, 18 പുരാണമുണ്ട്, 108 ഉപനിഷത്തുണ്ട്, 2 ഇതിഹാസമുണ്ട്, 64 കലകളുണ്ട്, അർത്ഥശാസ്ത്രമുണ്ട്, കാമശാസ്ത്രമുണ്ട്, സംഗീതശാസ്ത്രമുണ്ട്, വാസ്തുശാസ്ത്രമുണ്ട്. നിങ്ങളുടെ ആലുവാപ്രദേശം മൊത്തം വേണ്ടി വരും നമ്മുടെ പുസ്തകം നേടിയിരിക്കാൻ. അപ്പൊ നമുക്ക് സെലക്ഷൻ അങ്ങനെ ഒരുപാടാണ്. അതുകൊണ്ടാണ് ഹിന്ദുവിനെ വനമെന്നും മതങ്ങളും തോട്ടങ്ങളെന്നും പറയുന്നത്. തേയിലത്തോട്ടത്തിൽ തേയില മാത്രമേ ഉണ്ടാവും, കാപ്പിത്തോട്ടത്തിൽ കാപ്പി മാത്രമേ ഉണ്ടാവും. വനമെന്ന് പറയുന്നത് വിവിധങ്ങളായ മരങ്ങൾ, ചെടികൾ, അരുവികൾ, കുരുവികൾ, പക്ഷികൾ, വൃക്ഷലതാദികൾ, വൈവിധ്യമാണ് വനം. ആ വൈവിധ്യത്തിലെ ഏകതയുടെ പേരാണ് വനം. ആ വൈവിധ്യമാണ് ഹിന്ദുത്വം. അബ്സല്യൂട്ട് ഫ്രീഡം, അതാണ് ഹിന്ദുത്വം. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് പറയുവാൻ കഴിയുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. പക്ഷെ ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം വല്ലാതെ അങ്ങോട്ട് കൂടിപ്പോയോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? മറ്റുള്ളവർക്ക് കുറഞ്ഞുപോയി, നമുക്ക് വല്ലാതെ കൂടിയും പോയി. ആ കൂടിപ്പോയ സ്വാതന്ത്ര്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ